ലോകത്തെ ജിയോ പൊളിറ്റിക്സിൽ വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 10-15 വർഷം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ ട്രംപ് വന്ന ശേഷമുണ്ടായ ചില മാറ്റങ്ങളുണ്ട്. അത് ഈ 15 വർഷത്തിനുള്ളിൽ ഏറ്റവും ഭയങ്കരമായ രീതിയിൽ സംഭവിക്കുന്നത് അത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്കാണ്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യമായ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ ഇപ്പം പുതിയ തീരുമാനം വന്നു കഴിഞ്ഞു. കാരണം എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യുക. ജർമ്മനിയിലുള്ള അമേരിക്കൻ ബേസ് 35,000 പേരുണ്ട്. അമേരിക്കൻ ഫോഴ്സ്, അതായത് ജർമ്മനിക്ക് വേണ്ടി മാത്രമല്ല സെക്യൂരിറ്റി, അമേരിക്കൻ ബേസ് അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും സെക്യൂരിറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന അമേരിക്കൻ ബേസാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് മാറ്റുന്നത്? വല്ലാത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പല വാർത്തകളും കണ്ട് കാണും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം, എന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ഒരു രാജ്യത്തിന് വേറൊരു രാജ്യം അവൻ്റെ സമ്പത്തും പണവും മാൻ പവറും കൊടുത്ത്, അവൻ്റെ ആൾക്കാരെ നിർത്തി, ആയുധവും കൊടുത്ത്, ആ രാജ്യത്തിന് വേണ്ടിയല്ല, വേറൊരു രാജ്യത്തിന് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുക. ഏത് രാജ്യം ആക്രമിച്ചാലും ഈ രാജ്യം കയറി ഇടപെടും. അപ്പം അങ്ങനെ സെക്യൂരിറ്റി കൊടുത്രയും വർഷം നീണ്ടു നിന്നു. ആ സെക്യൂരിറ്റിക്ക് ഈ പറയുന്ന രാജ്യം അവിടെ നിൽക്കുമ്പോൾ, അതായത് ഒരു വിദേശ രാജ്യം അമേരിക്ക അവിടെ സെക്യൂരിറ്റി കൊടുക്കുകയാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ബ്രിട്ടനും ഒക്കെ. അപ്പോൾ അവരോട് പറഞ്ഞു, പല ആവർത്തി പറഞ്ഞു, ഇത് ട്രംപ് മാത്രമല്ല ബൈഡനും മറ്റുള്ളവരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഡിഫൻസ് ബജറ്റ് കൂട്ടണം, ഞങ്ങൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി തരികയാണ്. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ട് നിങ്ങളത് പേ ചെയ്യണം, നിങ്ങൾ ആയുധം ഉണ്ടാക്കണം, നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ തരികയാണ്, അതിന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ഈ രാജ്യങ്ങൾ മുഴുവനും ഉഴപ്പി. ഒന്ന്, അത് ഉക്രൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജ്യങ്ങൾ ഉഴപ്പി. ഇതെല്ലാം അമേരിക്കയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം അമേരിക്കയുടെ ബാധ്യതയാണ്, യൂറോപ്പിൻ്റെ ബാധ്യതയല്ല. ഇതാണ് പ്രശ്നം. ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ പിടികിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് ട്രംപ് ഓരോ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തത്. അയാൾ പറയുന്നത്, ട്രംപ് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ രാജ്യങ്ങളുടെ ബാക്ക് ഡോർ ടോക്സിൽ. ഞാൻ പറയാം ഫ്രണ്ടിലല്ല, ഞാൻ പറയാം ഓരോ രാജ്യങ്ങളുമായിട്ട് ബാക്ക് ഡോർ ടോക്സ് ഉണ്ട്. അപ്പം എന്താണ് ബാക്ക് ഡോർ ടോക്സിൽ ട്രംപ് ഈ രാജ്യങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് ഞങ്ങൾ സെക്യൂരിറ്റി തരുന്നു, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ട് പേയ്മെൻറ്റോ ബജറ്റോ ഉയർത്തുന്നില്ല, എന്നാലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ സെക്യൂരിറ്റി തരുന്നു. ഞങ്ങളുടെ, അതായത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ചില ആവശ്യങ്ങളുണ്ടാകുന്നു ലോകത്ത്, അതിനെ നിങ്ങൾ എതിർക്കുന്നു, അപ്പോൾ ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും. ഇതാണ് സംഭവം. സിമ്പിളായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അഭിപ്രായം പറഞ്ഞത്? ഒന്ന്, ഈ ബ്രിട്ടൻ്റെ ഇഷ്യൂ ആണ്. അതായത് ബ്രിട്ടനിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഉത്തരവ് വരുന്നു. ബ്രിട്ടനും ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചേർന്ന് അവിടെ കയറിക്കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. കാരണം ഞാൻ നിനക്ക് സെക്യൂരിറ്റി ആയിരുന്നു, എൻ്റെ ഫ്രണ്ടായിട്ടുണ്ട്, എൻ്റെ അലയൻസ് ആയിട്ടുള്ള രാജ്യത്തെ ഞങ്ങൾ സംരക്ഷിക്കുന്ന അതിൻ്റെ പ്രധാനമന്ത്രി അവിടെ വരുമ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തൊലയ്ക്കും. ഇതാണ് സംഭവം. സിമ്പിൾ മലയാളം. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നാറ്റോ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഭയമായി. കാരണം ഇവർ പലതിലും കയറി അഭിപ്രായം പറയും. അവർ ഹ്യൂമൻ റൈറ്റ്സ്, അത് ഇത്. ഇവർ പറയുന്നുണ്ട് ഏത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതെല്ലാം അമേരിക്കയുടെ തലയിൽ വെക്കുന്നു. നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷനിലാണെങ്കിലും മറ്റു പല ഫോറങ്ങളിലും ഈ സെക്യൂരിറ്റി കൊടുക്കുന്ന രാജ്യം, അതായത് അമേരിക്കയ്ക്കെതിരെ ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അവിടെയുള്ള രാജ്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തുന്നു. പിന്നെന്തിനാ ഞാൻ നിനക്ക് സെക്യൂരിറ്റി തരുന്നത്? നീ നിൻ്റെ സെക്യൂരിറ്റി നോക്ക്, അതെൻ്റെ തലവേദനയല്ല. ഞാൻ സെക്യൂരിറ്റി തന്നാൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. സിമ്പിളായത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ ഈ വായിക്കുന്ന കോളത്തിനകത്തൊക്കെ പറയുന്ന സംഭവമൊന്നുമല്ല. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്നാണ് ഇപ്പോൾ ജർമ്മനിക്ക് താക്കീത് കൊടുത്ത്. കാരണം ജർമ്മനിയിൽ ഈ പറയുന്ന പോലെ
ഈ യൂറോപ്പിലെ ഏറ്റവും വലിയ സൈന്യമുള്ളത് ആരുടെയിലാണ്? ടർക്കിയുടെ കയ്യിൽ. ഈ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ വെപ്പൺസ് എവിടെ അമേരിക്ക ചെയ്തിരിക്കുന്നത്? ടർക്കിയിൽ. അതും എന്താ ടർക്കി എന്താ മിണ്ടാത്തതെന്നറിയും വേണ്ട. അയാൾക്കറിയാം ട്രംപിനെ ശരിക്കും. അയാൾ ഒറ്റ വാക്ക് ഉറുദുവാൻ മിണ്ടുന്നില്ലല്ലോ. ഹമാസിന് അനുകൂലമായിട്ട് പറയുന്നില്ല, പാലസ്തീന് അനുകൂലമായിട്ട് പറയുന്നില്ല, അറബ് രാജ്യങ്ങൾക്ക് അനുകൂലമായി പറയുന്നില്ല. അയാൾക്കറിയാം ട്രംപ് കയറി പിടിക്കുമെന്ന്. പേടിയാ ബേസിക്കലി. ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഭയമായി. എല്ലാ വർഷവും യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് നാറ്റോ രാജ്യങ്ങൾ, അവർ ജോയിൻ്റ് എക്സർസൈസ് ഉണ്ട്, മിലിറ്ററി ജോയിൻ്റ് എക്സർസൈസ്. അതായത് ഇപ്പോൾ സ്വീഡനുമായിട്ടും ഈ പറയുന്ന പല നാറ്റോ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സീ സൈഡിലും ഉണ്ട്, സീയിലും നടത്തും, കരയിലും നടത്തും, വായുവിലും നടത്തും. കാരണം 3 ഭാഗത്തായിട്ട് ഇവർ ജോയിൻ്റ് എക്സർസൈസ് നടത്തും. ഇപ്രാവശ്യം അമേരിക്ക അത് വേണ്ടാന്ന് വെച്ചു. അതോടുകൂടി ഇവർക്ക് അതിനേക്കാളും പേടിയായി. കാരണം റഷ്യ എപ്പോഴാണ് കയറി മാന്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് ഇഷ്യൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് പറഞ്ഞത് ഞങ്ങളുടെ റീഡിപ്ലോയ് ചെയ്യുകയാണ്. ജർമ്മനിയിലുള്ള 35,000 അവരുടെ ഫോഴ്സിനെ ഹംഗറിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചു. ഹംഗറി ആരാ? ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവ്. എന്തിനാ ശത്രുവായത്? ബേസിക്കലി ഹംഗറി യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുവായതിൻ്റെ ബേസ് റീസൺ നിങ്ങൾക്കറിയാം. അതായത് ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് റഫ്യൂജി ആയിട്ട് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് ആൾക്കാർക്ക് ഞങ്ങൾ ഇത്ര പേരെ എടുത്തോളാം, ഞങ്ങൾ 5,000 പേരെ എടുത്തോളാം, ഞങ്ങൾ 10,000 പേരെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഹംഗറി തീർത്തും പറഞ്ഞു ഞങ്ങളൊരൊറ്റ മുസ്ലിംസിനെ എടുക്കത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സിറിയയിൽ നിന്ന് വന്ന സമയത്ത് അവൻ്റെ ഹംഗറിയുടെ ബോർഡറിൽ പന്നിയെ കൊണ്ടങ്ങ് ഇറക്കി. അതായത് നാട്ടുപന്നി. കാരണം പന്നി ഇവർക്ക് ഹറാമാണല്ലോ. ഇതൊക്കെ ഞാനിത് പറയുമ്പം ഇതൊക്കെ ഭയങ്കരമായിട്ട് അന്നത്തെ വലിയ ഗ്ലോബൽ വാർത്തയായിരുന്നു. വിക്ടർ ഓബറോൺ അതിൻ്റെ പ്രധാനമന്ത്രി തീർത്തും പറഞ്ഞു ഞങ്ങൾ ഇവന്മാരെ ഒറ്റ ഒരുത്തിനെ കയറ്റത്തില്ല, നിങ്ങൾ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തു. ഞങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഉക്രൈൻ പ്രസിഡന്റ് ജോക്കറാണ്. എന്തുകൊണ്ട് അയാൾ വാറിന് പോയി? ഇതിൻ്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഹംഗറിയുമായിട്ട് ഉടക്കാം. അപ്പോൾ ഹംഗറിയെ ബാൻ വരെ ചെയ്യാൻ പോവുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രംപ് ചെയ്ത പരിപാടികൾക്ക് അവരുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ അടുത്ത് കൊണ്ട് ബേസ് മാറ്റുന്നു. അത് ഈസ്റ്റേൺ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗത്തോട്ട് മാറുക. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായേക്കാം. ഇതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ പേടിയായി, ഭയമായി. അതുമല്ല യൂറോപ്യൻ രാജ്യത്തിന് സ്പ്ലിറ്റായി. ഇറ്റലി മാറാൻ തുടങ്ങി, ഓസ്ട്രിയ വേറെ അഭിപ്രായം പറഞ്ഞു, ഡെൻമാർക്ക് വേറെ അഭിപ്രായം പറഞ്ഞു. കാരണം ഇവരൊക്കെ ട്രംപ് ഈ പറയുന്ന വളരെ സത്യമാണ്. കാരണം ഇവർക്ക് സഹായം കൊടുക്കുന്നു, ഹെൽപ്പ് കൊടുക്കുന്നു. പക്ഷേ അമേരിക്കയെ പല പ്ലാറ്റ്ഫോമിൽ ഇവർ തളർത്താൻ ശ്രമിക്കുന്നു. ഇസ്രായേലിൻ്റെ ഇഷ്യൂ തന്നെ എടുക്കുക. ഇസ്രായേലിനെതിരെ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അമേരിക്ക അന്ന് ട്രംപ് ഭരണത്തിലില്ലെങ്കിൽ തന്നെ ഈ ട്രംപ് ഈ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങളിത് ചെയ്യരുത്, ഇത് അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരാണ്. അമേരിക്കയിൽ വലിയൊരു ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ട്. ട്രംപ് അത് അറിയാമല്ലോ, ട്രംപ് ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ കൂടിയാണ്. അതൊരു ഹോളി സിറ്റിയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. നിങ്ങൾ ഈ രീതിയിൽ പെരുമാറരുത്. പക്ഷേ ഈ രാജ്യങ്ങൾ എതിർത്തു. ഇന്നതിൻ്റെയാണ് അനുഭവിക്കുന്നത്. എന്നാ നീ അനുഭവിച്ചോ? ഇതുകൊണ്ടാണ് ഇപ്പോൾ ജർമ്മനിയുടെ ഒരു സ്ഥിതി മാറി. പുതിയ ചാൻസലർ വരാൻ പോവുകയാണ്, ഫെഡറിക് മെൻസ്. അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു ഭയമുള്ള. കാരണം വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ചാർജ് എടുക്കാൻ പോകുന്നത്. കാരണം ഇതേപോലൊരു സംഭവം അടുത്ത കാലത്തൊന്നും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പിലുണ്ടായിട്ടില്ല. യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്നാണ് ഡിഫൻസ് ബഡ്ജറ്റ് മാറ്റുന്നത്. പുതിയ റീആം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. റീആം ചെയ്യണം. എന്താ യൂറോപ്യൻ യൂണിയൻ്റെ സെക്രട്ടറി ജനറൽ പറയുന്നത്? കാരണം സ്വന്തമായിട്ട് സെക്യൂരിറ്റി ഉണ്ടാക്കിയാൽ മതിയാ, മുന്നോട്ട് പോകാൻ പാടാണ്. കാരണം ഉക്രൈൻ എല്ലാവരുടെയും മുമ്പിൽ കിടക്കുന്ന സംഭവമാണ്. ട്രംപ് വന്ന ശേഷം എല്ലാം മാറ്റിമറിച്ചു. ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. അതാണിപ്പോൾ ജർമ്മനിക്കും അടി കിട്ടിയത്. ഈ രാജ്യങ്ങളുടെ ഒക്കെ, കാരണം ഈ രാജ്യങ്ങളെല്ലാം ഇഷ്ടംപോലെ സംഭവം സെക്യൂരിറ്റി ഒക്കെ കിടക്കുന്നുണ്ട്. അവരവരുടെ സൈന്യത്തെയും വെപ്പൺസിനെയും പിന്നീട് ഇവർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം മുഴുവനും കുഴിച്ചിട്ടു. വേണ്ടാന്നങ്ങ് വെച്ചു. കാരണം എല്ലാം അമേരിക്ക ചെയ്യുന്നുണ്ട്.
പക്ഷെ അമേരിക്കയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞത് സോളിഡ് ഡിമാൻഡാണ്. അതായത് ഉറപ്പായിട്ടും പറയാം, യൂറോപ്യൻ രാജ്യങ്ങൾ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇമാനുവൽ മാക്രോണൊക്കെ ഉറക്കം പോലും ഇല്ലെന്നാണ് ഈ ഫ്രഞ്ച് പത്രം പറയുന്നത്. എന്ത് ചെയ്യും? ഹീവ് സ്റ്റാമറിൻ്റെ വെടി തീർന്നിരിക്കുക ആ രാജ്യത്തെ പ്രശ്നം. അതേപോലെ പിന്നെ മറ്റൊരു സംഭവം ട്രംപ് പറഞ്ഞിരുന്നു നേരത്തെ. അതാണ് JD വാൻസിനെ കോട്ട് ചെയ്ത് പറഞ്ഞത്. നിങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളിൽ നിന്ന് റെഫ്യൂജീസ് ആയിട്ട് വരുന്നവരെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ബാധ്യതയാകും. പിന്നീട് ഞങ്ങൾ അവിടെ ഇടപെടേണ്ടി വരും. നിങ്ങൾ ഈ എക്സ്ട്രാ ലയബിലിറ്റി ഉണ്ടാക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പഴയ പത്രങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ മനസ്സിലാകും. ഇതൊക്കെ അമേരിക്ക പറഞ്ഞിരുന്നു. പക്ഷെ ഈ രാജ്യങ്ങളത് കേട്ടില്ല. ഇപ്പം ആ രാജ്യങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ കൂടെ അടിയായി. അതായത് ആ രാജ്യത്തിന് ഈ കിട്ടിയ അടിയോടുകൂടി പൂർണ്ണമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, അമേരിക്ക ലോക പോലീസ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനും അമേരിക്ക പറയുന്ന രീതിയിലേ പോകാൻ പറ്റുള്ളൂ. അതിനെ എതിർത്തവൻ്റെ സ്ഥിതിയാണെന്ന് യൂറോപ്പിൽ കാണുന്നത്. അപ്പോൾ ഓരോ ചലനങ്ങളാണെങ്കിലും ഈ 10, 20, 30 വർഷം സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഇത്രമാത്രം യൂറോപ്പിൽ ടർമോയിൽ അതുണ്ടായൊരു സംഭവം ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇവർ പേടിച്ച് നടക്കുന്നത്. ഉക്രൈൻ്റെ ഇഷ്യൂ എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക്കലി ഇവരെ അമേരിക്കയുടെ കോൺസെപ്റ്റ്, അമേരിക്കൻ താല്പര്യങ്ങളെ എതിർത്തതാണ് ബേസിക്കലി ഈ രാജ്യങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.